കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിലെ സൂപ്പർ സൺഡേ മത്സരത്തിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് FC നേരിടുന്നു FC ഗോവയെ. So Ivan Vukomanovic has made 4 changes in Kerala Blasters lineup today. 4 മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ഇവാൻ for the game against ഗോവ. 4-4-2 അതേ ഫോർമേഷൻ മുറുകെ പിടിക്കുന്നു അദ്ദേഹം. പക്ഷേ ഡിഫൻസിൽ ഹോർമിപാം റോയുവ, മിഡ്ഫീൽഡിൽ വിപിൻ മോഹനൻ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുകയാണ്. ആഫ്റ്റർ ദാറ്റ് ഇഞ്ചുറി വിപിൻ മോഹനൻ സെൻട്രൽ മിഡ്ഫീൽഡിൽ, രാഹുൽ KP വീണ്ടും ആ റൈറ്റ് വിംഗർ സ്ഥാനത്തേക്ക് വരുന്നു. ഫെദോറിനൊപ്പം ഇന്ന് ദിമിത്രിയോസ് ഡയമന്തക്കോസ് ആണ്. മെനോലോ മാർക്കസും ഇന്ന് 4 മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ഗോവയുടെ ലൈനപ്പിൽ. ആൻഡ് ഹി പ്ലേ വിത്ത് 4-2-3-1. ഡിഫൻസിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് റൗളിൻ ബോർജസിനെ കൊണ്ടുവരുന്നു മാക്യുവിൻ്റെ ഒപ്പം. ആൻഡ് അറ്റാക്കിങ്ങിൽ യാസിറും ഉദാന്തയും ഇന്ന് 11-ൽ സ്ഥാനം പിടിക്കുന്നു. 2 സ്പീഡി വിങ്ങേഴ്സ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ആൻഡ് നോവ സദോയ് സെൻട്രൽ സ്ട്രൈക്കറായി, അറ്റാക്കറായി കളിക്കുന്ന സ്ട്രൈക്കറായി, ലോൺ സ്ട്രൈക്കറായി നോവ സദോയ്. So come on India, let's football once again in Kochi. Kerala Blasters നേരിടുന്നു FC ഗോവയെ. ആദ്യ മിനിറ്റുകളിൽ ദിമിത്രിയോസ് ഡയമന്തക്കോസ് വീണ്ടും പന്തുമായി. ഇത്തവണ ഇടത് വിങ്ങിലൂടെ ദിമിത്രിയോസ് വീണ്ടും കയറി വരികയാണ്. 1-on-1 സിറ്റുവേഷൻ ബോക്സിനകത്ത് ദിമിത്രിയോസ്. ഫെഡോർ ചിർനി, ടച്ച് ടേൺ ആൻഡ് ലെഫ്റ്റ് ഫുട്ടർ. ദിമിത്രിയോസിന്റെ വണ്ടർഫുൾ കിക്ക്. മൈ ഗുഡ്നസ്, ഫെഡോറിന്റെ മുന്നേറ്റം ആൻഡ് ദിമിത്രിയോസിന്റെ ഷോട്ട് ഒരു അല്പ വ്യത്യാസത്തിനാണ് പന്ത് വെളിയിലേക്ക് പോകുന്നത്. സോ ആദ്യ മിനിറ്റുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നല്ലൊരു ഗോൾ ശ്രമം. അൺലക്കി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയാം. ദിമിത്രിയോസിന്റെ റിസീവ്, ടച്ച് ആൻഡ് ഷോട്ട്. ഓൾ മൈ ഗുഡ്നസ്, അൺലക്കി ദിമിത്രിയോസ് ഡയമന്തക്കോസ്. ഓർഹ ഹെരേര, ലക്കി എസ്കേപ്പ്. ഗോൾ കീപ്പർ കരൺജിത്ത് മുന്നിലേക്ക് വരുന്നു. ഗോൾ കീപ്പർ ബീറ്റണാകുന്നു. മിലോസിന്റെ സെന്റർ ബാക്ക് മിലോസിന്റെ തലയിൽ തട്ടിയ പന്ത് ഗോളി ഒഴിഞ്ഞ ഗോൾ പോസ്റ്റിന് മുന്നിലൂടെ ഭാഗ്യം കൊണ്ട് കടന്നു പോകുന്നു. കോർണർ വരികയാണ്. എങ്ങനെയാണ് ഫട്ടോർഡയിൽ നടന്ന ആദ്യപാദ മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇതേപോലെ ഒരു കോർണർ കിക്കിൽ നിന്നും വന്ന പന്ത് ബോക്സിൽ മാറി ഒഴിഞ്ഞു നിന്ന റൗളിൻ ബോർജസ് ഇതേപോലെ ഒരു വലംകാലടിയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലയിൽ എത്തിച്ചത്. അതിന്റെ റീപ്ലേ പോലെ കൊച്ചിയിലും അതേ കോർണർ, അതേ മനുഷ്യൻ റൗളിൻ ബോർജസ്. ജെർസി നമ്പർ 18 ഗോവയുടെ ഇന്ത്യൻ ഇന്റർനാഷണൽ റൗളിൻ ബോർജസ്. ഇവിടെ ഒരു ഫൗളാണ്. ഡയമന്തക്കോസിനെ പിടിച്ചു വരിക്കുന്നതാണ് ചരിട്ടൻ. അതിനൊരു യെല്ലോ കാർഡ് കാണേണ്ടി വരുന്നു. മിസൈൽ കണക്ക് വീണ്ടും ഒരു മുന്നേറ്റം. മുഹമ്മദ് യാസിർ, നോവയുടെ സ്പീഡ് ആൻഡ് യാസിർ വളരെ സുഖമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിനുള്ളിൽ ഇനി ഒരു ഉറക്കമാകാമെന്ന മട്ടിൽ യാസിറിന്റെ സെലിബ്രേഷൻ. മുഹമ്മദ് യാസിർ ഹൈദരാബാദിന്റെ ജേഴ്സി അണിഞ്ഞു ഈ സീസണിൽ. ഈ സെക്കൻഡ് ഹാഫിൽ ഇപ്പോൾ ഗോവൻ താരമായി ഗോവയ്ക്ക് വേണ്ടിയും യാസിർ ഒരേ സീസണിൽ 2 ടീമുകൾക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത താരമായി മാറുകയാണ്. ഫസ്റ്റ് ഗോൾ ഫോർ മുഹമ്മദ് യാസിർ ഇൻ ഗോവ ജേഴ്സി ആൻഡ് ഇൻ കൊച്ചി. ഇറ്റ് ഈസ് ഗോവ ലീഡിംഗ് 2-0. വെരി ബാഡ് ഡിഫെൻഡിങ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. Look at that throw again. Nova Sadoi, I think offside against Nova, but look at that through ball. A through ball on the കാണുക. Dangerous throw from Kalmakio. Great goal. And സന്ദീപിലേക്ക് ഒരു പന്ത് വരുന്നു. Unbelievable. അവിശ്വസനീയമാണ് അത് ഗോളാവാതെ പോയതിൽ. സന്ദീപിന്റെ ബ്യൂട്ടിഫുൾ ക്രോസ്, 1-on-1 സിറ്റുവേഷൻ, ഗോൾ പോസ്റ്റിന്റെ ഒത്ത മുന്നിൽ, ഇൻസൈഡ് ദ 6-yard ബോക്സ്. ദിമിത്രിയോസ് ഡയമന്തക്കോസ്
സെക്കൻഡ് ഇടവേള വിസിൽ മുഴങ്ങുകയാണ്. കൊച്ചിയിലെ എവേ മാച്ചിലെ ആദ്യ പകുതി ഗോവയ്ക്ക് സമ്പൂർണ്ണ ആധിപത്യം എന്ന് പറയേണ്ടി വരുന്നു. So half time in Kochi, home team Kerala Blasters 0, FC Goa 2. ബ്ലാസ്റ്റേഴ്സിന്റെ ടച്ചോടുകൂടി രണ്ടാം പകുതിക്ക് തുടക്കമായിരിക്കുകയാണ്. 2 ഗോളിന്റെ പുറകിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. രണ്ടാം പകുതിയിലെ നിർണായകമായ 45 മിനിറ്റുകൾ. മത്സരത്തിലേക്ക് അതിശക്തമായി തിരിച്ചു വരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം, എന്ന് പ്രാർത്ഥിക്കാം. Because Kerala Blasters badly need a positive result here today. കാരണം ഓൾറെഡി 3 back-to-back മത്സരങ്ങൾ തോറ്റ സ്ഥിതിയിൽ ഇനിയൊരു നെഗറ്റീവ് റിസൾട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ഈ നിർണായകമായ 45 മിനിറ്റുകൾ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തും എന്ന് കരുതാം. രാഹുൽ ഫെദോറിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് സന്ദീപിന്റെ ക്രോസ്, സക്കായിയുടെ ഷോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു. ആദ്യ മിനിറ്റിൽ തന്നെ, രണ്ടാം പകുതിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ഒരു കോർണർ നേടിയെടുക്കുന്നു സക്കായിയുടെ കോർണർ. ഫസ്റ്റ് പോസ്റ്റിൽ ദിമിയാണ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന. ദിമി അത് തന്റെ പുറം കാലം കൊണ്ട് അകത്തേക്ക് വീണ്ടും എത്തിക്കാൻ ശ്രമിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക്. ഇവിടെ ദിമിത്രിയോസിനെ വളരെ ടൈറ്റായി മാർക്ക് ചെയ്തത് വീണ്ടും ക്യാപ്റ്റൻ ഓൺ ഇന്ത്യ. അദ്ദേഹത്തിന് ഒരു ഫ്രീ കിക്ക് കൺസിഡർ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഗോവയുടെ പെനാൽറ്റി ബോക്സിന്റെ വെളിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി നല്ലൊരു ഫ്രീ കിക്ക്. വിപിൻ മോഹനൻ ഡി ടോപ്പിൽ നിന്ന് അടിച്ച ആ റൈറ്റ് ഫുട്ടർ ഔട്ട് സ്വിംഗർ റെഫറി പ്രാഞ്ചൽ ബാനർജിയുടെ കാലിലാണ് കൊണ്ട് ബ്ലോക്ക്ഡ് ആവുന്നത്. പക്ഷേ ഇവിടെ അതിനു മുമ്പ് തന്നെ നല്ലൊരു ചാൻസ് ആണ് കിട്ടിയത്. ഡെയ്സുക്കെ പെനാൽറ്റി ബോക്സിന്റെ തൊട്ട് വെളിയിലാണ്. ഇറ്റ് ഇസ് എ ഹാഫ് ഫ്രീ കിക്ക്. ഒരു നല്ല പ്ലെയർ വിചാരിച്ചാൽ, പക്ഷേ റെഫറി അത് എപ്പോഴും അതുപോലെ ഡ്രോപ്പിംഗ് ബോൾ ആർക്കാണോ റെഫറിയുടെ മേത്ത് ആരാണോ അടിച്ചത് ആ ടീമിനെ തന്നെയാണ് ഫേവറായിട്ട് കൊടുക്കുന്നത്. I think penalty. I think it's a penalty for Kerala Blasters. സക്കായിലൂടെ വീണ്ടും ഇതാ കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായകമായ മറ്റൊരു നിമിഷം കൈവരികയാണ്. ഡെയ്സുക്കെ സക്കായിയാണ് പെനാൽറ്റി ബോക്സിലേക്ക് ആ ഓവർ ഹെഡ് ബോൾ ഫെദോർ ചെർണിക്ക് ഹെഡറിന് വേണ്ടി നൽകിയത്. ആ പന്തിലാണ് ഹാൻഡ് ബോൾ ആയത്. 80ാമത്തെ മിനിറ്റ്. ദിമിത്രിയോസ് ഡയമന്റക്കോസ് കാണാത്തതെല്ലാം പോയി. ഇനി കാണാൻ പോകുന്നത് നിജം. കേരള ബ്ലാസ്റ്റേഴ്സ് are back with a bang. 2-2 സമനിലയിൽ ഈ സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുന്നു. വീണ്ടും ഐമനിലേക്ക് തന്നെ ഐമൻ വന്നതോടെ ഇടത് ഭാഗത്തൊരു ജീവൻ വെക്കുന്നു.
ചാൻസസ് വീണ്ടും കരൺജിത് സിംഗ്. ലീഡിന്റെ ആത്മവിശ്വാസം ഗോൾ കീപ്പറിന്റെ ശരീരഭാഷയിലും പ്രകടമാണ്. പെനാൽറ്റി ബോക്സിലേക്ക് വന്ന പന്തിലേക്ക് വളരെ ധൈര്യപൂർവ്വം മുന്നിലേക്ക് വന്ന കരൺ ആ പന്ത് മുന്നിലേക്ക് വീണുകൊണ്ട് പിടിച്ചൊതുക്കുന്നു.